ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്തവരെല്ലാം ഒരുപോലെ ആചരിക്കുന്ന ഒരു നോമ്പാണ് വലിയ നോമ്പ്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വചനധ്യാനത്തിലൂടെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കുറച്ചുകൂടി വളരുവാനുള്ള ഒരു ശ്രമമാണ് ഈ നോമ്പാചരണം. വലിയ നോമ്പിനു പുറമെ ക്രൈസ്തവ സഭകൾ പല നോമ്പുകളും ആചരിക്കാറുണ്ട്. 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, സ്ലീഹാ നോമ്പ്, അങ്ങനെ പല സഭകളും പല നോമ്പുകളും ആചരിക്കാറുണ്ട്. നാം ഉൾപ്പെട്ടിരിക്കുന്ന മാർത്തോമ സഭ ഒരു വർഷം 5 നോമ്പുകളാണ് ആചരിക്കുന്നത്. ഒന്നാമതായി 3 നോമ്പ്. ഇത് വലിയ നോമ്പിന് 18 ദിവസം മുൻപാണ് ആചരിക്കുന്നത്. ഇതിന് നിനവേ നോമ്പ് അല്ലെങ്കിൽ ചെറിയ നോമ്പ് എന്നും അറിയപ്പെടുന്നു. യോനായുടെ ഉപവാസത്തെയാണ് ഈ നോമ്പിൽ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. രണ്ടാമതായി വലിയ നോമ്പ്. 50 ദിവസത്തെ ഈ നോമ്പിൽ ആദ്യത്തെ 40 ദിവസം ക്രിസ്തു മരുഭൂമിയിൽ ഉപവസിച്ചതിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പിന്നീടുള്ള 10 ദിവസം ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും നാം ധ്യാനിക്കുന്നു. പേതൃത്വയോടുകൂടെ ആരംഭിക്കുന്ന ഈ നോമ്പ് ഈസ്റ്ററിനോടുകൂടെ അവസാനിക്കുന്നു. മൂന്നാമതായി സ്ലീഹാ നോമ്പ്. ജൂൺ 16 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് സ്ലീഹാ നോമ്പ് ആചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങളെ ഓർക്കുകയും അവരുടെ സാക്ഷി ജീവിതങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണ്. പട്ടംകുട ശുശ്രൂഷകൾ മിക്കവാറും ഈ കാലയളവിലാണ് നടത്തപ്പെടുന്നത്. നാലാമതായി മാർത്തോമ സഭ ആചരിക്കുന്ന നോമ്പാണ് 15 നോമ്പ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ഈ 15 നോമ്പിൽ മറിയത്തിൻ്റെ ത്യാഗാത്മകമായ ജീവിതത്തെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അഞ്ചാമതായി 25 നോമ്പ്. ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിന് ഒരുക്കമായി ഈ നോമ്പ് ആചരിക്കുന്നു. ഈ നോമ്പുകൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ബൈബിളിൽ ഈ നോമ്പുകളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര തരം നോമ്പുകളെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ധ്യാനിക്കാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.